ഹായ്. ആലപ്പുഴയിലാണ്. കുറേ കാലമായി കുട്ടികൾ ആലപ്പുഴ പോകണം. ഇന്ന് ആലപ്പുഴയിൽ ഇന്നലെ എത്തി, കുറച്ച് വൈകിപ്പോയി എത്തിയപ്പോൾ. റൂമൊക്കെ എടുത്ത് ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. രാവിലെ 7:30 കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ്. കണ്ടിട്ടില്ല ആലപ്പുഴ. റെഡി അല്ലേ പത്തോമിയ? ഓ റെഡി, ഞമ്മക്ക് പോയാ മതി. നമ്മള് റൂമൊക്കെ എടുത്തിട്ട്. ഏതാ റൂമിൽ? എന്താണ് KTCന്റെ റൂം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പൈസ ഒക്കെ കുറവാണ് ഇവിടെ. നമ്മക്കറിയില്ല കേട്ടോ, നമുക്ക് 5 ആള് താമസിച്ചിട്ട് 1500 റുപ്യായി. കുറച്ച് ടൈമുള്ളൂ, 12 മണി വരെ ഉള്ളു. അങ്ങനെ നമ്മള് മീൻ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി മീൻ പിടിക്കണം. ഫാദറിന്റെ അല്ലേ മീൻ പിടിക്കുന്ന സാധനം? അത് എങ്ങനെ പിടിക്കുക? വടിയില്ലല്ലോ. ഇതിലാണ് ഞങ്ങള് താമസിച്ചത്. അടിപൊളി റിസോർട്ടാ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള സൗകര്യമാണ്. സെറ്റ് എങ്ങനെയുണ്ട്? ആലപ്പുഴ KSRTCന്റെ അടുത്ത് തന്നെ ഞങ്ങൾ റൂം എടുത്ത്. ഇപ്പോൾ സുഖമാണ്, പോയി വരാൻ. രാവിലെ ഇറങ്ങാനേ സുഖമായിട്ട് ഇറങ്ങാം. അതാണ് സ്റ്റാൻഡ്. സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് പത്തുമയാ? അടിപൊളി. ദോശയും സാമ്പാറും ചട്ടിനി അല്ലത്, ചട്ടിനി നെയ് റോസ്റ്റ് അടി. എന്തായാലും രസമുണ്ടോ? സാമ്പാർ ഇതാണ്, ഇത് KSRTC സ്റ്റാൻഡ്. സത്യം പറയട്ടെ, ഇപ്പോഴത്തെ വാസ്തു ഇതാ ബോട്ട് സർവീസ്. ഇത് ബോട്ട്, ഇവിടുത്താണ് ബോട്ടിൽ പോകുക ഓരോ സ്ഥലത്തേക്ക്. കുട്ടനാട്ടിൻ്റെ പല ഭാഗത്തേക്കുള്ള ബോട്ട് സർവീസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങളത് പോണേ എവിടെയാണ്? ചിലത് കൈനഗിരി. കൈനഗിരിയിലേക്കാണ് പോകണം ബോട്ടിൽ. 1 മണിക്കൂർ യാത്ര. ഇതെന്താ പറയപ്പോ നമ്മള് പഴുത്ത മാങ്ങല്ലേ? മുളകിട്ട ഗൈസ്, നല്ല പൗത്ത മാങ്ങ. ഏതൊക്കെ കിട്ടട്ടെ. ബോട്ടിലെ ആളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. സുഖമായിട്ടിരുന്ന് അങ്ങനെ പോവാ. 1 മണിക്കൂർ യാത്ര ഉണ്ട്. രസമാണ്. എനിക്കത് പുതിയ അനുഭവമാണ്. കായലക്കൂടെ ഉള്ള ബോട്ട് യാത്ര. ഇത്ര ഇജ്ജ് പോയിണോ? ഇജ്ജ് കയറിണോ? കല്യാണമൊക്കെ ഉണ്ടാകുമ്പോ രസാല, ഓണ പരിപാടിയൊക്കെ. അതല്ല, അതിന്റെ ബാക്കിൽ നിറച്ച് പാടാ, പച്ചപ്പ് ഏക്കറക്കണക്കിന്. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. നല്ല രസം. മഴക്കാലത്താ വരണ്ടേ, വെള്ളമുള്ളപ്പോ വരണം. ഇതിപ്പോ ഇത് ഫുള്ള് വെള്ളമുള്ള സമയം. എല്ലാരെ വീട്ടിലും ഒരു തോണി, ഒരു ബോട്ട്. ഇല്ലാത്തൊരു മനുഷ്യന്മാരില്ല. അവൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഈ സാധനം തന്നെ വേണം. നമ്മളെ ഒരേലേക്ക് ബൈക്ക് ഉണ്ടാകണവര് അവൾക്കിത്. ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്, ചെറിയ വീട്ടിലേക്കുള്ള ചെറിയ റോഡൊക്കെ ഉണ്ട് അതിന്റെ സൈഡ്. ആ വീടുകള് നല്ല രസമുള്ള വീടുകള്. നല്ല എന്താലേ വരച്ച പോലെ. ഞങ്ങള് ടിക്കറ്റ് എടുത്ത് വേറെ സ്ഥലത്തേക്ക്, ഇറങ്ങിയത് വേറെ സ്ഥലം. വിശന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ചെലവൊന്നുമില്ല, 10-40 റുപ്യ ടിക്കറ്റിലുള്ള 5 ആൾക്ക്. വലിയൊരു പൈസ ഇല്ല. ഇപ്പൊ എവിടെയാ ഇവിടെ ഇറങ്ങി അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. വേറെ ബോട്ട് കയറണം. ഇതാണ് ഇവിടെ ഇറങ്ങിയ സ്ഥലം. നല്ല ഫുഡ് ഇവിടെ ഫുഡ് കിട്ടുള്ളൂ. നല്ല ഫുഡ് കിട്ടും. ഫുഡ് അവിടെ കിട്ടുക. ഫുഡ് ഉണ്ടാവില്ല. ആ ബോട്ടുകാരൻ പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കോളി. അങ്ങനെ ഇവിടെ ഇറങ്ങിയ നല്ല രസമുള്ള സ്ഥലം.
കരിമീൻ ഫ്രൈ, താറാവ് കറി വിത്ത് ദിസ് വ്യൂ. ഇതുണ്ടോ ഈ പറയണ കേക്കുണ്ടോ? അപ്പം ഇപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. എന്തോ തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട്, നല്ല ഇരിക്കാൻ നല്ല സമാധാനമുണ്ട്. ഇനി നല്ല കാറ്റ്. ട്രെയിന് കോഴിക്കോടേക്ക് ട്രെയിനിലാണ് പോണേ. ട്രെയിനിന്റെ അവസ്ഥ പിന്നെ പറയണ്ട. ചങ്ങനാശ്ശേരിന്ന് കേറിയിട്ടില്ലല്ലോ നമ്മളെ അവസ്ഥ പറയാൻ. എന്നാലും ട്രെയിന് ചിലതുണ്ടാവും വൃത്തിയുള്ള. ഞാൻ കണ്ടു സൗദേ റെയിൽവേ സ്റ്റേഷൻ കണ്ട് പേടിച്ചോ? നേരത്തെ ഒരു എനിക്ക് അനുഭവമില്ല അത്. ഒരു ട്രെയിന് നിർത്താതെ ഇങ്ങനെ ഇരിക്കുമ്പോ നിർത്താതെ പോണ ഒരു ട്രെയിൻ പെട്ടെന്ന് വന്നപ്പോ ചാടി എണീച്ച് അപ്പുറത്തേക്ക് ചാടാൻ അങ്ങോട്ട് ചാടാൻ ഇന്നെ തള്ളിയിട്ട് വണ്ടി രക്ഷപ്പെട്ടാൻ നോക്കി. അങ്ങനെ നല്ല രസമായിരുന്നു. യാത്ര സുഖമായി, മഴല്ല, ചെറിയ വെള്ളപ്പൊക്കം. ടൂറ് നടക്കാൻ പറ്റിയ സമയമല്ല, മഴക്കാലാണ്. പക്ഷെ നല്ല രസമുണ്ട്. അവിടെ ഒന്നും ആരും ഇല്ല, ടൂറിസ്റ്റുകളൊക്കെ. അതല്ല ഓരോ സ്ഥലത്തുനിന്ന് ചോദിക്കുന്നില്ലേ നിങ്ങളെ നാട്ടിൽ മഴയല്ലേ? മഴയല്ലേ, ഞങ്ങള് KSRTC ബോട്ടില് വരുമ്പോ ആരുമില്ലേനി, നമ്മള് മാത്രമേ ഉള്ളൂ ബോട്ടില്. ഹൗസ് ബോട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. എവിടെ പോകുമ്പോഴും ആളില്ല. എവിടേക്ക് കയറാണെങ്കിലും പല സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഒറ്റക്കായി. അധിക ബോട്ടിൽ നമ്മൾ തന്നെ ഉള്ളൂ, തിരക്കൊന്നുമില്ല. ഏതായാലും അടിപൊളിയായി, നല്ല എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ എടുത്ത് ചാടിയാണ് പാഞ്ഞു പോകുന്നത് മുതലായി. അവിടെ കുടുങ്ങിയില്ല. നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളും കൂടുതലൊന്നുമില്ല. വെള്ളമുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ട്, ചെറിയ പക്ഷെ രസമായി.